ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ സ്റ്റൂ, അതായത് ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ചിക്കൻ സ്റ്റൂ ആണ്, നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റീടേക്കൊക്കെ എടുത്ത് ഇട്ട ഒരു വീഡിയോ ആണത്. പിന്നെ ചിക്കൻ സ്റ്റൂ പല രീതിയിലുണ്ടാക്കാം. ഓതൻറ്റിക്കായ രീതിയിലുണ്ടാക്കിയ ചിക്കൻ സ്റ്റൂ ആണത്. അതിൽ കുറച്ച് വ്യത്യാസം വരുത്തി ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തതാണിത്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാകാൻ വെച്ചു. ഉരുളി ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്നും ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് ഗരം മസാല, മുഴുവൻ ഗരം മസാല എന്ന് പറയും, അതിട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം, 2-3 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഗ്രാമ്പു, അതൊക്കെ ഉള്ളു കേട്ടോ. ഇതിട്ടിട്ട് ഇതൊന്ന് മൂക്കണം, ഇതൊന്ന് മണം വരണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചെറിയ 3 സവാള, മീഡിയം സവാള എൻ്റെ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ചെറുത് 3 എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ടി കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ്. ഒരുപാട് ചതയ്ക്കരുത്, നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോൾ. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു 6 പച്ചമുളകുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് 5 മുതൽ 7 വരെ ചേർക്കാം. ഇതൊന്ന് നടുക കീറിയിട്ട് കൊടുക്കുവാണ്. ഇതുപോലെ ഞാനിത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇപ്പം ചേർക്കാം. ഇത് നമ്മൾ വഴറ്റുമ്പോൾ ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുവാണ്. അപ്പം നമുക്ക് ഒരു നല്ലതുപോലെ ഒന്ന് എന്താ പറയുന്നത്, കട്ടി കുറഞ്ഞ് അല്ലെങ്കിൽ സവാള നല്ലതുപോലെ വാടി ആ ഒരു പരുവായാൽ മതി കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ കൂടുതൽ ചേർക്കേണ്ടവർക്ക് എണ്ണ കൂടുതൽ ചേർത്ത് വേണേൽ വഴറ്റിയെടുക്കാം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് ഇത്തിരി കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കൻ വാങ്ങിച്ചത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 900 ഗ്രാമിനടുത്തുണ്ട് കേട്ടോ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം, കട്ട് ചെയ്തിട്ട് വേണം ഈ സ്റ്റൂ ഉണ്ടാക്കാൻ. എന്നാൽ ഈ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നാൽ ഈ ചിക്കനിലെല്ലാം നല്ലതുപോലെ ഈ ഉപ്പ് പിടിച്ചോളും. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഞാനിവിടെ ഒരു ചെറിയ സൈസിലുള്ളൊരു 3 ചേർത്തിട്ടുണ്ട്. മീഡിയം ആണെങ്കിൽ ഒരു 1 ഒരു ഹാഫും കൂടെ മതി കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിക്കകത്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ 1 ചേർത്താൽ മതി. അതുപോലെ ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ ഒരു 3/4 എടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് കൂടുതൽ ചേർക്കരുത്, കറി മധുരിക്കും. കാരണം ഓൾറെഡി നമ്മൾ തേങ്ങാപ്പാൽ കറിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തും വേവിക്കാം, തേങ്ങാപ്പാൽ ചേർത്തും വേവിക്കാം. പക്ഷെ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ പൊട്ടറ്റോയും ക്യാരറ്റും ചിക്കനും ഒക്കെ വേകുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു അളവ് കപ്പിന് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ മതി. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഞാനിപ്പോൾ ഉരുളിയല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ പരന്നിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരുപാട് തേങ്ങാപ്പാൽ ഉള്ളതുപോലെ തോന്നാത്തത്. നമ്മൾ സാധാരണ ചീനിച്ചട്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ ഈ കഷ്ണങ്ങൾക്ക് മുകളിലായിട്ട് നിൽക്കും ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു അളവ് കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചിക്കനിൽ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു. ഇപ്പോഴിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുവാണെങ്കിൽ കറക്റ്റായിട്ടും കിട്ടും. അപ്പോൾ ഒരു ലേശം ഉപ്പൂടെ ചേർക്കാം. ഗ്രേവിക്കുള്ള ഉപ്പാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുന്നതിൻ്റെ അളവൊക്കെ പറയാത്ത എന്താണെന്നൊക്കെ പലരും ചോദിക്കും. ഉപ്പ് ചേർക്കുന്നത് ഓരോരുത്തർക്കും ഓരോ അളവാണ്. അപ്പോൾ ആർക്കും അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അവനവന് ഇഷ്ടമുള്ള രീതിയിലാണ് ഉപ്പ് ചേർക്കേണ്ടത്. ചിലർക്ക് കൂടുതൽ വേണം, കുറവ് വേണം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതൊരിക്കലും ഞാൻ ഉപ്പിൻ്റെ അളവ് പറയത്തില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെക്കരുത്. തേങ്ങാപ്പാൽ വേവിക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലങ്ങ് വെച്ചാൽ മതി. ഈ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടണം. ഇനി അഥവാ പൊട്ടറ്റോ ഒക്കെ വെന്തൊന്ന് ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മുടെ ഈ കറിക്കൊരു ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. ഞാനിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 13-14 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റായിട്ട് വേവും പരുവാവും. ഇത് ഏകദേശം 1 ടീസ്പൂണോളം മുഴുവൻ കുരുമുളക് എടുത്തിട്ട് ഇടിക്കുന്ന കല്ലിൽ വെച്ചൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് പൊടിക്കരുത്. ഇതേപോലെ ക്രഷ് ചെയ്തേ എടുക്കാം കേട്ടോ, അല്ലാതെ മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുക്കല്ലേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇതൊന്നും ഓതൻറ്റിക്കായിട്ടുള്ള റെസിപ്പി ചേർക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ അത് വ്യത്യാസം വരുത്തി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓതൻറ്റിക് റെസിപ്പി തന്നെ വേണമെന്നുള്ളവർ നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യം ഇട്ട വീഡിയോ ചിക്കൻ സ്റ്റൂ ആണ്. ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് കുറേ സമയം എടുത്തൊക്കെ ചെയ്തതാണത് കേട്ടോ. ആദ്യത്തെ വീഡിയോ അല്ലേ, നിങ്ങൾ നോക്കിയാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനൊരു 13-14 മിനിറ്റ് ആയപ്പോഴാണ് ഇത് അടപ്പ് തുറന്ന് ഇത് ചേർത്തത് കേട്ടോ. പിന്നെ ഞാനൊരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുവാണേ. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഗ്രേവി കുറുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സമയമാകുമ്പോൾ ഒട്ടും ഗ്രേവി കാണത്തില്ല. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഈ സമയം നോക്കണം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാകണം. ചൂടാകുമ്പോൾ നമുക്കിത് ഓഫാക്കണം. ഇത് പിരിഞ്ഞു പോകും. ഒരുപാട് തീയിലിട്ട് ചൂടാക്കല്ല. ഓക്കെ, നമുക്ക് തീ ഓഫാക്കാം. ഓഫാക്കി ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ ഓഫാക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ വീണ്ടും തിളപ്പിച്ച് കുറച്ചും കൂടെ കുറുക്കാം എന്ന് പറഞ്ഞ് നിൽക്കരുത്. കാരണം ഈ കറി, തേങ്ങാപ്പാൽ ചേർത്ത കറി ഉണ്ടല്ലോ, തണുക്കും തോറും, അതായത് ചൂട് കുറയും തോറും ഇത് നല്ലതുപോലെ കുറുകി വരും. ഈ ഒരു പരുവത്തിൽ വേണം ഓഫ് ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാം. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ റെസിപ്പിയിൽ ഇങ്ങനെ വറുത്തൊന്നും ഇടണ്ട. പക്ഷെ നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യലല്ലേ, അപ്പം നമുക്ക് കുറച്ചൊന്ന് സ്പെഷ്യലാക്കാം. അപ്പോൾ ഒരു പാൻ മറ്റേ അടുപ്പിലോട്ട് വെച്ചു. പാൻ ഒന്ന് ചൂടാകുമ്പോഴേ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് വേണേലും ചേർക്കാം. കൂടുതൽ ടേസ്റ്റ് കിട്ടും നിങ്ങളുടെ കറിക്ക്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഒരു 3-4 കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 3-4 കറിവേപ്പില, ഞാനൊരു ലേശം കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി ഒന്ന് ലൈറ്റായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ
ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇതേപോലെ കീറി വെച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസിൻസ്, ഒരുപാട് വേണ്ട. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഞാൻ നമ്മുടെ സ്റ്റൂവിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർക്കാൻ പോവാണ്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ. കണ്ടോ, ഇപ്പം തന്നെ ഇത് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇത് തണുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാടും കുറുകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പാലപ്പത്തിൻ്റെയും അല്ലെ വെള്ളയപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ തയ്യാറാക്കി നോക്കി കഴിക്കണം. കഴിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.